ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ ആത്മഹത്യ ചെയ്തതായോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവരായോ പലരെയും നമുക്കറിയാം. ഒരുപക്ഷെ ജീവിതത്തിലെ പല പല സാഹചര്യങ്ങളും ആത്മഹത്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഒരാളുടെ ലൈഫിൽ അയാൾ പല സന്ദർഭങ്ങളിലൂടെയാണല്ലേ ഒരു ദിവസം കടന്നു പോകുന്നത്. അതിൽ പല ഇമോഷൻസ് ഉണ്ടാവും, അയാൾക്ക് പല ഫീലിങ്സ് ഉണ്ടാവും. അതിൽ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, നിരാശ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇനി എന്തെന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ആത്മഹത്യ എപ്പോഴും ഒരു സൊല്യൂഷനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം നേരിടുമ്പോൾ നമുക്ക് ഇനി ആരുമില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല, ഈ പ്രോബ്ലത്തിന് എനിക്കൊരു സൊല്യൂഷൻ ഇല്ല എന്നൊക്കെ ചിന്തിച്ച് എപ്പോഴും നമ്മൾ ആത്മഹത്യനെ ഒരു പ്രിഫറബിൾ സൊല്യൂഷനായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സഹായിക്കാനായിട്ട് മനസ്സുള്ള അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അവരെയൊക്കെ നമ്മൾ കാണാതെ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു സഹായം വേണമെങ്കിൽ ഞാനത് ചോദിക്കണമെന്നെങ്കിൽ അതൊരു ദൗർബല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതൊരിക്കലും ഒരു ദൗർബല്യമല്ല, അതൊരു ധൈര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ജീവിതം എന്നും ഒരേപോലെ ആവില്ലല്ലോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും ഓരോ പാഠപുസ്തകങ്ങളായി കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ബട്ട് അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് കൂടിയേ തീരൂ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഹെൽപ്പ് ചോദിക്കാൻ, ഒരാളെ സമീപിക്കാൻ നമുക്ക് ഒരിക്കലും മടി തോന്നേണ്ട ആവശ്യമില്ല. അവിടെ ലോസ് ആകുന്നത് നമുക്ക് നമ്മുടെ ലൈഫായിരിക്കും ഒരുപക്ഷെ. പക്ഷെ കിട്ടുന്നത് ചിലപ്പം ഒരു സെഷൻ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഫുൾ സെഷൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് മുന്നേറാൻ പറ്റിയൊരു ഊർജ്ജമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള ആൾക്കാർ ചുറ്റുമുണ്ട്. അതിന് മുന്നോട്ട് വരാൻ ധൈര്യം കാണിക്കുക. നിങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. താങ്ക് യു.